ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങളും ആനിമേഷന്റെ വിസ്മയ ലോകവും വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ലിറ്റിൽ കൈറ്റ്സ് ഉപജില്ലാ ക്യാമ്പുകൾക്ക് തുടക്കമായി. ജില്ലയിലെ 13 വിദ്യാഭ്യാസ ഉപജില്ലകളിലായി 18 ക്യാമ്പുകളാണ് ഡിസംബർ 31 വരെ നടക്കുന്നത്. ഈ വർഷം മുതലാണ് AI ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആനിമേഷൻ വിഭാഗത്തിലെ കുട്ടികൾ ലഘുകഥകളെ അടിസ്ഥാനമാക്കി ആനിമേഷൻ സിനിമകൾ തയ്യാറാക്കൽ, വീഡിയോ എഡിറ്റ് ചെയ്യൽ, ത്രിമാന ആനിമേഷൻ സോഫ്റ്റ്വെയറായ ബ്ലെൻഡർ ഉപയോഗിച്ച് ആനിമേഷൻ ടൈറ്റിൽ തയ്യാറാക്കൽ എന്നീ പ്രവർത്തനങ്ങൾ നടത്തും. പ്രോഗ്രാമിംഗ് വിഭാഗത്തിൽ പിക്ടോബ്ലോക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള ഗെയിം നിർമ്മാണം, നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ് എന്നിവ അടിസ്ഥാനമാക്കി മുഖം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന വാതിൽ, ഡ്രൈവർ ഉറങ്ങിയാൽ മുന്നറിയിപ്പ് നൽകുന്ന ഉപകരണം, തരംതിരിക്കൽ യന്ത്രം തുടങ്ങിയവ തയ്യാറാക്കും. പൂർണ്ണമായും സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗപ്പെടുത്തിയാണ് ക്യാമ്പിലെ മൊഡ്യൂൾ പരിശീലിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ കൈറ്റ് വിതരണം ചെയ്തിട്ടുള്ള ആർഡിനോ കിറ്റ് പ്രയോജനപ്പെടുത്തിയാണ് പ്രോഗ്രാമിംഗ് വിഭാഗത്തിലെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പാല, രാമപുരം വിദ്യാഭ്യാസ ഉപജില്ലകളിലെ ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബിൻ്റെ സബ് ജില്ലാ ക്യാമ്പുകളാണ് ഇന്നിവിടെ തുടങ്ങിയിരിക്കുന്നത്. ഇന്നും നാളെയും അടുത്ത 2 ദിവസങ്ങളിലുമായി 2 സ്പെല്ലുകളിലായിട്ടാണ് ലിറ്റിൽ കൈറ്റ്സിൻ്റെ ഉപജില്ലാ ക്യാമ്പുകൾ നടന്നു വരുന്നത്. അപ്പോൾ ഇവിടെ 2 വിഭാഗങ്ങളിലായിട്ടാണ് നമ്മുടെ ക്യാമ്പുകൾ നടക്കുന്നത്. മത്സരാധിഷ്ഠിതമായിട്ട് തന്നെ പ്രോഗ്രാമിംഗ്, അതുപോലെ തന്നെ അനിമേഷൻ, ഈ 2 വിഭാഗങ്ങളിലായിട്ടാണ് കുട്ടികൾക്ക് ക്യാമ്പുകൾ നടക്കുന്നത്. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ പ്രോഗ്രാമിങ്ങിലും ഇത്തവണ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പുതിയ സോഫ്റ്റ്വെയർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിക്ടോബ്ലോക്സ് എന്നുള്ള പേരിൽ. സ്ക്രാച്ച് 3 എന്ന് പറയുന്ന നമുക്ക് പരിചിതമായിട്ടുള്ള കോഡിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡിറൈവ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയ ആപ്ലിക്കേഷനാണ് പിക്ടോബ്ലോക്സ്. അപ്പോൾ ഇതുപയോഗിച്ച് നമുക്ക് കോഡിങ്ങിൻ്റെ ബാലപാഠങ്ങൾ, അതുപോലെ AI സന്നിവേശിപ്പിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇലക്ട്രോണിക്സ് പ്രവർത്തനങ്ങൾ, റോബോട്ടിക്സ് പ്രവർത്തനങ്ങൾ നമ്മൾ സ്കൂളുകളിൽ ലിറ്റിൽ കൈറ്റ്സ് ക്ലബിൻ്റെ കുട്ടികൾക്ക് വേണ്ടി വിതരണം ചെയ്തിരിക്കുന്ന റോബോട്ടിക് കിറ്റുണ്ട്. അതിൽ ആർഡിനോ യൂണോ ബോർഡ് ഉൾപ്പെടെയുള്ള ആ കിറ്റുകൾ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഒറ്റ കുടക്കീഴിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഒരു പുതിയ സോഫ്റ്റ്വെയറാണ് പിക്ടോബ്ലോക്സ്. അപ്പോൾ ഇതുപയോഗിച്ചുള്ള പ്രവർത്തനങ്ങളെ മുൻനിർത്തി കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യും. അനിമേഷൻ വിഭാഗത്തിലും പ്രോഗ്രാമിംഗ് വിഭാഗത്തിലും ഈ 2 ദിവസത്തെ ക്യാമ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കുട്ടികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന കുട്ടികളെ നമ്മൾ ജില്ലാ ക്യാമ്പിലേക്ക് കൊണ്ടുവരും. അവിടെയും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കുട്ടികളിൽ നിന്ന് സംസ്ഥാന ക്യാമ്പിലേക്ക് കുട്ടികളെ തിരഞ്ഞെടുക്കും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി പൊതുവിദ്യാലയങ്ങളിൽ നടപ്പാക്കിയിരിക്കുന്ന ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ്. ജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന 143 ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകളിലായി 4217 അംഗങ്ങളാണുള്ളത്. സെപ്റ്റംബർ മാസത്തിൽ നടന്ന സ്കൂൾ തല ക്യാമ്പുകളിൽ നിന്നും പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്ത 1015 കുട്ടികളാണ് ഉപജില്ലാ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. സബ് ജില്ലാ ക്യാമ്പിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന കുട്ടികളെ ജില്ലാ ക്യാമ്പിലും തുടർന്ന് സംസ്ഥാന ക്യാമ്പിലും പങ്കെടുപ്പിക്കും. പാല സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച ലിറ്റിൽ കൈറ്റ്സ് ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ആനിമേഷന്റെയും അത്ഭുത ലോകം കൗതുകമായി.